ആ മഞ്ഞ ഷർട്ടുകാരൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്ന ഒരു വലിയ കേസിന്റെ ദുരൂഹത അയക്കാൻ ഇയാളെ പിടികൂടേണ്ടത് നിർണായകമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് CI ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ മൊഴിയെടുത്തു. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചതുപോലെ ഡിവൈഎസ്പി എ ഉമേഷ് തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്ന് യുവതി മൊഴി നൽകി. ആരോപണം നിഷേധിച്ച ഉമേഷ് ഇന്നലെ രംഗത്ത് എത്തി. അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയെ പലവട്ടം ഡിവൈഎസ്പി പീഡിപ്പിച്ചെന്നാണ് ഈ മാസം 15-ന് പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് ചെർപ്പളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഇത് ശരിവയ്ക്കുന്നതാണ് യുവതിയുടെ മൊഴി. വിഷയത്തിൽ പാലക്കാട് SP അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് മൊഴിയുടെ വിവരങ്ങളുള്ളത്. 2014-ൽ പാലക്കാട് സർവീസിലിരിക്കെ അനാശാസ്യ പ്രവർത്തനത്തിന് പിടിയിലായ സ്ത്രീയെ വീട്ടിലെത്തിച്ച് ഉമേഷ് പീഡിപ്പിച്ചുവെന്നും കേസ് ഒതുക്കി തീർക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും കുറിപ്പിലുണ്ട്. ഈ വിവരങ്ങൾ യുവതി സമ്മതിച്ചതായാണ് വിവരം. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ എ ഉമേഷിനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശമുണ്ടെന്നാണ് സൂചന. അതേസമയം പീഡനാരോപണം ഉയർന്നതോടെ ഉമേഷിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല, നിങ്ങൾ ആലോചിക്കണം. സ്വന്തം സഹപ്രവർത്തകനാണ്. ആ സഹപ്രവർത്തകന്റെ അതും ആത്മഹത്യക്കുറിപ്പിലാണ്. ആത്മഹത്യക്കുറിപ്പിൽ വന്നിരിക്കുന്ന കാര്യം ഏറെ ഗൗരവമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെടുത്ത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഡിവൈഎസ്പിക്കെതിരെ കോൺഗ്രസ് നാളെ DGPക്ക് പരാതി നൽകും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.